റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് ജൂതന്മാർ ആശൂറ നോമ്പനുഷ്ഠിക്കുന്നു എന്ന വിവരം തങ്ങൾ അറിയുന്നത്. തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്ന മക്കയിൽ തന്നെ. മദീനയിലേക്ക് എത്തിയപ്പോൾ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ നബി തങ്ങൾ ചോദിച്ചു അവരോട്, എന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് വളരെ നല്ല ഒരു ദിവസമാണ്. ആ വാക്ക് എങ്ങനെ? യൗമുൻ സ്വാലിഹ്, ഇത് സ്വാലിഹായ ദിവസമാണ്. ഇത് പറഞ്ഞു, യൗമുൻ നജ്ജല്ലാഹു മൂസ വബനി ഇസ്രായീൽ, മൂസ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും വഅഗ്റഖ ഫിർഔന വഖൗമ, ഫിർഔനെയും അവന്റെ ആളുകളെയും അല്ലാഹു ചെങ്കടലിൽ ജഡ്സിയിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത്. അതിന് ശുക്രായി മൂസ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. ഞങ്ങൾ ആ നോമ്പ് നിലനിർത്തിക്കൊണ്ടുപോരുകയാണ്. നിങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു മിൻകും ബിമൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളിലേറെ ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാനും നോമ്പ് നോക്കാൻ. തങ്ങൾ ആ ആശൂറയുടെ നോമ്പ് നോച്ചു. ആശൂറ എന്നത് അഷറ അല്ലെങ്കിൽ ആഷിർ എന്ന വാക്കിൽ നിന്നാണ്. 10, 10ാമത്തെ എന്ന വാക്കിന്റെ അർത്ഥം. എന്റെ ആശൂറ എന്റെ അങ്ങനെ ഒരു പ്രയോഗം ആ വാക്കിന് വരാൻ കാരണം എന്നത് അത് ആ വാക്കിനെ ഒരു അളമത്തും ഫഹാമത്തും, ഒരു വാക്കിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് ആ വാക്കുകളെ അങ്ങനെ മാറ്റിമറിച്ചത് എന്നാണ് ആലിമീങ്ങൾ പറയാം. അത്രയും ഗൗരവമുള്ള ദിവസമാണത്. തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഇത് ജൂതന്മാർ നോമ്പ് നോക്കിയ ദിവസമല്ലേ, അപ്പൊ നമുക്കന്ന് നോമ്പ് വേണോ നബിയെ? അത് ജൂതന്മാരുടെ ദിവസമല്ലേ? തങ്ങൾ പറഞ്ഞു, എങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് ഒരു നോമ്പ് നോക്കും. ഞങ്ങൾ മറ്റൊരു ഹദീസ് പറഞ്ഞു, അടുത്ത ഒരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ നോമ്പ് നോൽക്കുന്നു പറഞ്ഞു തങ്ങൾ. പക്ഷേ ആ വർഷം തങ്ങൾ വഫാത്താവുകയുണ്ടായി. തങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ച ദിവസമാണ് താസ്യ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പ് 3 രീതിയിലാവാം. ഒന്നുകിൽ ആശൂറയുടെ മുഹറം 10ന്റെ അന്ന് മാത്രം ഒരാൾക്ക് നോമ്പ് നോൽക്കാം. തങ്ങൾ അതിന്റെ ആശൂറയുടെ മഹത്വം തുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പിന്നെ തങ്ങൾ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താസ്യവും 9 നോൽക്കുമായിരുന്നു. ഇപ്പൊ തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് താസ്യവും ആശിറും 9ഉം 10ഉം നോമ്പ് നോൽക്കൽ പ്രബലമായ സുന്നത്താണ്. പിന്നെ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, ജൂതന്മാർ ചെയ്യുന്ന പണിയോട് നമുക്ക് എതിര് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ആശൂറ നോമ്പ് നോറ്റാൽ ഫസൂമു ഖബ്ലഹു ഔ ബഅദഹു, അങ്ങനെയും ഹദീസുണ്ട്. നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നോമ്പ് നോച്ചോളൂ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് 9, 10, 11 അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാം. 10ന്റെ അന്നാവാം, 9, 10 ആവാം, 9, 10, 11. ഇതൊക്കെ സുന്നത്തിനോട് യോജിച്ചു വരുന്ന രീതിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസ നബി അലൈഹിസ്സലാമും ദീനുമായി നമ്മളൊക്കെ ഉള്ള ആ ഒരു അടുപ്പ്, നമ്മളൊക്കെ ഒന്നാണ്. രാജ്യവും മണ്ണും അതിൽ വ്യത്യാസമില്ല, കാലഘടനയിൽ അത് വ്യത്യാസമില്ല, നമ്മളൊക്കെ ഒപ്പമാണ് എന്ന മൂസ നബി അലൈഹിസ്സലാമിനോട് ആ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യത്തിൽ ആ നോമ്പ് വരുന്നത്. അതൊക്കെ പല രീതിയിൽ ഇപ്പോ വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അവർ വധിക്കപ്പെടുന്നത്, വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഈ മുഹറം 10ന്റെ അന്നാണ്. കർബലായിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 58 വയസ്സുള്ളപ്പോഴാണ് നടന്നത്. അതിന്റെ പേരിലാണ് അവർ പല ആചാരങ്ങളും ദുർനടപടികളും സ്വീകരിച്ചു പോരുന്നത്. മുഹറം 10ന്റെ പ്രത്യേകത അതല്ല. മുഹറം 10 അതിന്റെ മുമ്പേയുണ്ട്. അലിമികളൊക്കെ പറയുന്നു, ഒരാളുടെ വഫാത്ത് നടന്ന ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ഒരു രീതി ശരീഅത്തിലില്ല, അങ്ങനെ രീതിയില്ല. അതുകൊണ്ട് നമുക്ക് പറയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതും ജനിച്ചതും റബീഉൽ അവ്വൽ 12നാണ്, അങ്ങനെയല്ലേ? പക്ഷെ അവിടെ നിന്ന് സങ്കടപ്പെടുത്തി ഇല്ല. അങ്ങനെ ഒരു സങ്കടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാവര പുതിയാപ്പിളയല്ലേ, ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുകയല്ലേ ഉണ്ടായത്. അതിന്റെ പേരിൽ സഹാബികൾ അങ്ങനെ നിശ്ചയിച്ചോ? ഇല്ല. പിന്നെ അതിന്റെ മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലായി ബഹുമാനപ്പെട്ടവരെ വളരെ ദാരുണമായിട്ടല്ലേ ശത്രുക്കളെ വധിച്ചത്? അതും മഹത്തമായിട്ട് ആചരിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റുകൊണ്ടല്ലേ സുബഹിസ്കാരത്തിന് വന്നത്. അപ്പോഴല്ലേ സ്റ്റാബ് ചെയ്ത് ബഹുമാനപ്പെട്ടവരെ വയറിന് കുത്തേറ്റത്. അപ്പോ അത് ആ ഒരു രീതിയിലല്ല മുഹറം 10ന്റെ നോമ്പ് നിശ്ചയിച്ചത്. അത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവരുടെ ഏറ്റവും വലിയ ശത്രു ഫിർഔനാണ്. നബി തങ്ങൾ പോലെ വാക്കുപയോഗിക്കും. അബൂജഹലിനെ കാണുമ്പോഴും തങ്ങൾ പറയും, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ് അബൂജഹൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ശത്രുവിനെ അല്ലാഹു നശിപ്പിച്ചതും അതും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട്. നൈൽ നദി ക്രോസ് ചെയ്തിട്ടല്ലോ മൂസ നബി അലൈഹിസ്സലാം നോർത്തിലേക്ക് പോകേണ്ടവർ ഈസ്റ്റിലേക്ക്
യാത്ര തെറ്റി അങ്ങനെ ചെങ്കടലിന് മുമ്പിലെത്തി. ചെങ്കടൽ കഴിഞ്ഞാൽ അക്കരെ ഫലസ്തീനാണ്, ഇക്കരെ ഒരു ഭാഗത്ത് നമുക്ക് എത്യോപ്യ കിട്ടും, ഈജിപ്ത് കിട്ടും. സുബ്ഹാനല്ലാഹ്, ആ ചെങ്കടലാണല്ലോ കത്തൗദൈ ജിബാൽ, പർവ്വതം പോലെ മാറി നിന്നു. മൂസ നബി അലൈഹി സ്വലാം നടന്നു നീങ്ങി ഫിർഔൻ കൂട്ടരും മധ്യത്തിലെത്തി, വെള്ളത്തെ അല്ലാഹു ചേർത്തു. അല്ലാഹു മുക്കിക്കൊന്നു. ഇങ്ങനെ ദീനിന് വലിയ ഒരു നേട്ടം അല്ലാഹു നൽകിയ, ഒരു ശത്രുവിനെ നശിപ്പിച്ച ദിവസമാണ്. അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതാണ്. മൂസ നബി അലൈഹി സ്വലാമിന് ഫത്ഹ് കിട്ടിയ ദിവസമായതിന്റെ പേരിലും. ഏതായിരുന്നാലും അല്ലാഹു തആല അമലുകളൊക്കെ ധാരാളമായി ചെയ്യാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ധാരാളം ഖിറാഅത്തും മറ്റു ഇബാദത്തുകളും നിസ്കാരവും ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ആ ദിവസത്തെ വളരെ സജീവമാക്കണം. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ.